സമസ്തയിലെ ഭിന്നത പരിഹരിക്കാനുള്ള സമവായ ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. മലപ്പുറത്താണ് ചർച്ച നടക്കുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് സൂചന. ഷബീർ ഒമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, അല്പസമയത്തിനകം യോഗം ആരംഭിക്കേണ്ടതാണ്. ഈ വിരുദ്ധ വിഭാഗത്തിലെ ആരെങ്കിലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ നിലവിൽ? സൈഫുദ്ദീൻ, യോഗത്തിൽ പങ്കെടുക്കേണ്ട ഇരുവിഭാഗത്തിലെയും നേതാക്കളാരും ഈ യോഗം നടക്കുന്ന മലപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ലീഗ് നേതാക്കളായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും മാത്രമാണ് ഈ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്താനായി അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും യോഗത്തിൽ പങ്കെടുക്കേണ്ട ഇരുവിഭാഗത്തിലും, അതായത് ലീഗിനെ അനുകൂലിക്കുന്ന സമസ്തയിലെ വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗത്തിലെയും നേതാക്കൾ എത്തിയിട്ടില്ല. അവർ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്, അറിയിച്ചതാണ്. എന്നാൽ ലീഗ് വിരുദ്ധ ചേരിയിലെ നേതാക്കൾ യോഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവരെ ഔദ്യോഗികമായി വിളിച്ചിട്ടില്ല, അവരെ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇതിന് അല്പസമയം മുമ്പും സ്വീകരിച്ചത്. എന്നാൽ ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞത് ഔദ്യോഗികമായി തന്നെ ഈ പ്രശ്ന പരിഹാരത്തിനായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിളിക്കേണ്ടവരെ, യോഗത്തിൽ പങ്കെടുക്കേണ്ടവരെ കൃത്യമായി തന്നെ വിളിച്ചിട്ടുണ്ട്, അവരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ യോഗത്തിൽ വരും, അല്ലാതെ യോഗത്തിന് വരാതെ മാറി നിൽക്കുന്നത് ധിക്കാര നടപടിയാണ് എന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനം. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത്, യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് സംഘടനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായ നടപടിയാകും എന്നുകൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ യോഗവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് പറഞ്ഞവരിൽ സമ്മർദ്ദം ചെലുത്തുക. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ചർച്ച ചെയ്യാൻ പോകണല്ലോ. പിന്നെ അതിന് മുമ്പേ എങ്ങനെ പറയാം? അല്ല, അതിന് ആരും പങ്കെടുക്കണ്ടേ? ഞങ്ങളെല്ലാം കൂടി ഇരിക്കാണ്. അങ്ങനെ സാധാരണ ഇരിക്കണം, അതിന് തുടർച്ചയായിരുന്നു ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് നേതാക്കന്മാരും സമസ്ത നേതാക്കന്മാരും ഒക്കെ കൂടി ഇരിക്കണ ഒരു വേദി എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വന്നെന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരുന്നു. അത് ഞങ്ങൾ പിന്നെ വിളിക്കും. ഇപ്പൊ വിട്ടുനിൽക്കുന്ന നടപടി വരുമോ? അതൊക്കെ ഇപ്പൊ പറയാം. എല്ലാവരും പങ്കെടുക്കുമോ? വിളിച്ചെല്ലാവരും സൈഫുദ്ദീൻ, സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത്, ഇതൊരു അസാധാരണ യോഗമല്ല, നിങ്ങൾ മാധ്യമങ്ങൾ വരേണ്ടതടക്കമുള്ള കാര്യമില്ല. സാധാരണ ലീഗ് നേതൃത്വവും സമസ്ത നേതൃത്വവും കൂടിയാലോചനകൾ നടത്താറുണ്ട്, യോഗം ചേരാറുണ്ട്. ആ നിലയ്ക്കുള്ള യോഗം മാത്രമാണ് ഈ യോഗം, ഇപ്പോൾ നടക്കാൻ പോകുന്ന യോഗമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഒരു വിഭാഗം രണ്ട് വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആരൊക്കെയായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്? അങ്ങനെ രണ്ട് വിഭാഗത്തിൽ നിന്നും ഏതൊക്കെ നേതാക്കൾ എത്തുമെന്നൊരു അനൌദ്യോഗിക അറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നോ? സൈഫുദ്ദീൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല എന്നാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന മറുപടി. അവരെ ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ല. എന്നാൽ ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ നാസർ ഫൈസി, കൂടത്തായി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അബ്ദുൽ സമദ് പൂക്കോട്ടർ അടക്കമുള്ളവരും അല്പസമയത്തിനകം എത്തും. അതായത് നേരത്തെ നമുക്കറിയാം, ഈ വിഭാഗീയത, ഈ ഭിന്നത രൂക്ഷമായ ഘട്ടത്തിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന നിലയ്ക്ക് ഒരു കൂട്ടായ്മ രൂപീകരിച്ച ആ നേതാക്കൾ ഒരു യോഗം ചേർന്നതിന് ശേഷമാണ്, കോഴിക്കോട് യോഗം ചേർന്നതിന് ശേഷമാണ് അത്തരമൊരു സമിതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തവരുൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ നിലയ്ക്കുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാസർ ഫൈസി, കൂടത്തായി, ഒപ്പം തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെയും ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തിയാണ് ലീഗ് നേതാക്കളുമായി PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയത്. അവരെന്തായാലും യോഗത്തിൽ പങ്കെടുക്കും. അതുമായി ബന്ധപ്പെട്ട ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ നേതാക്കൾ ഇതിനോടകം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറുവിഭാഗവും കൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ട്, അതായത് യോഗവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല, തങ്ങളാരും അറിയിച്ചിട്ടില്ല, ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു ലീഗ് വിരുദ്ധ ചേരിയിലെ നേതാക്കൾ നിലപാടെടുത്തിരുന്നത്. ആ നിലയ്ക്ക് പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ അവർ നിലപാടെടുത്തിരുന്നു.
അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അവ്യക്തത, അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരെല്ലാം വരുമോ അല്ലെങ്കിൽ ആരെല്ലാം വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ, അതായത് ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം മാത്രമാണ് എത്തുന്നതെങ്കിൽ ഒരു സമവായ ചർച്ചയുടെ സാധ്യത തന്നെ ഇല്ലാതാകും, അല്ലെങ്കിൽ ഈ ചർച്ച തന്നെ നടക്കാതെയാകും. കാരണം ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇത്തരമൊരു യോഗം ചേരുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന സമസ്തയ്ക്കകത്തെ ഭിന്നത പരിഹരിക്കണം, സമസ്തയ്ക്കകത്തെ ഭിന്നത പിന്നീട് ലീഗ് സമസ്ത ഭിന്നത എന്ന നിലയിലേക്ക് വളർന്നു, ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തേണ്ടതുണ്ട്. അതായത് രണ്ട് വിഭാഗത്തിൻ്റെയും ഭാഗം കേട്ടതിന് ശേഷം, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം ഒരു സമവായം ഉണ്ടാക്കണം, ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇരുവിഭാഗത്തെയും പ്രതിനിധീകരിച്ചുള്ള ആളുകൾ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാസർ ഫൈസി കൂടത്തായി, ഒപ്പം തന്നെ അബ്ദുസമദ് പൂക്കൂട്ടർ ഉൾപ്പെടെയുള്ള ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം, നേരത്തെ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന നിലയ്ക്ക് കൂട്ടായ്മയുണ്ടാക്കിയ ആ വിഭാഗമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മറുവിഭാഗം എത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും യോഗ നടപടികൾ 3 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 3:30 അടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും മറുവിഭാഗത്തു നിന്ന് ആളുകൾ എത്തിയിട്ടില്ല. അവർ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു, അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അഥവാ യോഗത്തിൽ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ധിക്കാരപരമായ നിലപാടായി കാണേണ്ടി വരുമെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു, വിളിക്കേണ്ടവരെല്ലാം വിളിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ലീഗ് നേതാക്കൾ അല്ലെങ്കിൽ ലീഗ് വിളിക്കുന്ന യോഗമല്ല, സമസ്ത ഉൾപ്പെടെയുള്ള സമസ്തയുടെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് ഇത്തരമൊരു യോഗം വിളിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. അങ്ങനെ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് സംഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമായി കാണേണ്ടി വരുമെന്നതടക്കം പറഞ്ഞിരുന്നു. എന്തായാലും 11-ാം തീയതി സമസ്ത മുഷാവറ യോഗം ചേരുന്നുണ്ട്. ആ മുഷാവറ യോഗത്തിന് മുമ്പായി ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് സമസ്ത ലീഗ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇന്നിപ്പോൾ ഈ സമവായ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അതിൽ പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ മറുവിഭാഗം കൂടി എത്തിയാൽ മാത്രമേ യോഗ നടപടികൾ ആരംഭിക്കൂ. അവരെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സൈഫുദ്ദീൻ.